എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? കേരളത്തിൽ തന്നെ ഇപ്പോൾ ഇവരുടെ ഭരണകാലത്ത് മാത്രമല്ല, വീണ ജോർജിന് മുമ്പും അല്ലെങ്കിൽ പിണറായി സർക്കാരിൻ്റെ വരവിന് മുമ്പും സെക്രട്ടേറിയറ്റിൽ എക്കാലവും ഏറ്റവും കുത്തഴിഞ്ഞ ഒരു വകുപ്പാണ് ആരോഗ്യവകുപ്പ്. ഏറ്റവും കുത്തഴിഞ്ഞ ഓഫീസ് എന്ന് പറയുന്നത് DHSന്റെ ഓഫീസാണ്. അങ്ങനെ പറയരുത്. പിന്നെങ്ങനെ പറയണം? ചരിത്രാതീത കാലം മുതൽക്ക് അങ്ങനെയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. എപ്പോഴും കഴിവില്ലാത്ത കാര്യപ്രാപ്തിയില്ലാത്ത ആളുകളാണ് ആരോഗ്യമന്ത്രിമാരായിട്ട് വരിക. പിന്നെ ഈ വകുപ്പിൽ ഭയങ്കര അഴിമതിയാണ്. എവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. എപ്പോഴും ഈ ആരോഗ്യവകുപ്പ് സമുദായക്കാരായ മന്ത്രിമാർക്ക് വേണമെന്ന് ചോദിച്ചു വാങ്ങിക്കാറുണ്ട്. കാരണം വെച്ചാൽ ഈ വകുപ്പ് മെഡിക്കലല്ല മേഡിക്കലാണ് എന്നാണ് നമ്മുടെ ലോരപ്പൻ നമ്പാട് ഉള്ള കാലത്ത് അതേ പറഞ്ഞു. അമ്മക്ക് പ്രാണവേദന, മകക്ക് വീണവായന എന്ന് പറഞ്ഞ മാതിരിയായി ഇപ്പൊ എന്റെ സ്ഥിതി. അങ്ങനെയൊക്കെയുള്ള അനഭിലഷണീയമായ പല പ്രവണതകളും ഇതിനകത്തുണ്ട്. പിന്നെ ഈ ഭരണ സംവിധാനത്തിലുള്ള പരാധീനതകളുണ്ട്. ഏത് ചെറിയ കാര്യവും കുത്തിപ്പൊക്കി സെക്രട്ടേറിയറ്റിലേക്ക് അല്ലെങ്കിൽ DHSന്റെ ഓഫീസിലേക്ക് DMAയുടെ ഓഫീസിലേക്ക് അയച്ച് അതിൽ പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻ ഉണ്ടാക്കി. എല്ലാം ഇയാൾക്കറിയാം. ശരിയല്ലടോ? അതെ അതെ ശരിയാണ്. പരമാവധി അത് വഷളാക്കാൻ കഴിവുള്ള ഒരു വലിയ വിഭാഗം ജീവനക്കാരുണ്ട്. അത് ഡോക്ടർമാരെ അല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് ഈ മറ്റേ സൈഡിലുള്ള ആളുകൾ, മിനിസ്റ്റീരിയൽ സൈഡിലുള്ള ആളുകൾ. എന്റെ തൊഴിലിനോടുള്ള ആത്മാർത്ഥയാണ് ഒരു ചോദ്യം ചെയ്തിരിക്കുന്നത്. ഗ്യാസ് എന്ന് വെച്ചാൽ ഒരു സിലിണ്ടർ പോലെയാണ് ഇപ്പൊ എന്റെ മനസ്സ്. അവർ അനാവശ്യമായ കുറിയിട്ട് അത് DMOയുടെ ഓഫീസിലേക്ക് അയക്കും, അവിടുന്ന് DHSന്റെ ഓഫീസിലേക്ക് അയക്കും. അങ്ങനെ പരമാവധി കോംപ്ലിക്കേറ്റഡ് ആക്കുന്ന ഒരു പരിപാടിയാണ്. നാണക്കേടായി പോയി. നിങ്ങൾക്ക് മാത്രമല്ല എനിക്ക് നാണക്കേടാ. നോക്കുക കേട്ട് തൊഴിൽ രുചിയാ. ഡോക്ടർമാരെ പരമാവധി ബുദ്ധിമുട്ടിക്കാം, ആരോഗ്യ പ്രവർത്തകരെ ബുദ്ധിമുട്ടിക്കാം. ഇങ്ങനെയൊക്കെയുള്ള വളരെ അനഭിലഷണീയമായ ഒരുപാട് പ്രവൃത്തികൾ ഈ വകുപ്പിൽ നടക്കും. ഇവനെയൊക്കെ വള്ളിച്ചൂടിൽ അടിക്കാൻ ഇവിടെ ആളില്ല. 1996 സർക്കാർ വക്കീലിരുന്ന കാലം തൊട്ട് അടുത്ത് അറിയുന്ന ഒരാളാണ്. അതുകൊണ്ട് ഉള്ളതോന്നോ അവൻ പിന്നെ കള്ളം പറയൂ. ഏത് ചെറിയ കാര്യത്തിൽ ഇതുപോലെ നിരവധി തടസ്സങ്ങളുണ്ടാകും. അതുകൊണ്ടൊക്കെയാണ് ഈ ഉപകരണങ്ങൾ കേടുവന്ന് പോയിട്ട് അത് വാങ്ങിക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ അതിലൊന്നും നടപടി എടുക്കാൻ കഴിയാതെ പോകും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഗതികൾ ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാനിവിടെ കിടന്ന് തീ തിന്ന, കുറച്ചുകൂടെ തീ തിന്നുക, എന്നിട്ട് അതിൻ്റെ കൂടെ കുറച്ച് മണ്ണോടെ കഴിച്ചോളൂ, ഒന്ന് ആളി പടരട്ടെ. പക്ഷേ ശ്രീ ജയശങ്കർ, നമ്മുടെ ആരോഗ്യമന്ത്രി തന്നെ പറഞ്ഞത് ഇത് സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ്. ഈ സിസ്റ്റം ആരുടെ ഉത്തരവാദിത്തമാണ്? ഈ സിസ്റ്റത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകളെയല്ലേ നമ്മൾ മന്ത്രിമാരെന്ന് വിളിക്കുന്നത്? കഴിഞ്ഞ 9 വർഷമായി ആദ്യം ടീച്ചറമ്മയും പിന്നീട് കുഞ്ഞമ്മയും ഒക്കെയല്ലേ ഈ സിസ്റ്റത്തിന്റെ തലപ്പത്തിരിക്കുന്നത്. പിന്നെ ആരാണ് ഇതിന് സമാധാനം പറയേണ്ടത്? കഴുത്തുവരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയിൽ പറഞ്ഞ പോലെ. അല്ല, സിസ്റ്റത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ ശരിക്കും അവർ തന്നെയാണോ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് കൂടി നമ്മൾ ആലോചിക്കും. അപ്പൊ ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. എന്ത് ചുറ്റിക്കളി? ഒരു ചുറ്റിക്കളി ഇല്ലല്ലേ? ശരി. വീണ ജോർജ് തത്വത്തിൽ ആരോഗ്യമന്ത്രിയാണെങ്കിൽ ആരോഗ്യമന്ത്രി സെക്രട്ടേറിയറ്റിൽ ഫയലൊക്കെ കൈകാര്യം ചെയ്താരാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം വളരെ വ്യത്യസ്തമാണ്. മറ്റെല്ലാ വകുപ്പിലും മന്ത്രിമാരെ കാണുമ്പോൾ സെക്രട്ടറിമാരെ എഴുന്നേറ്റിരിക്കും, ആരോഗ്യവകുപ്പിൽ സെക്രട്ടറിയെ കാണുമ്പോൾ മന്ത്രി എഴുന്നേറ്റിരിക്കും എന്നൊരു ഫലിതം കഴിഞ്ഞ കുറേ കാലമായിട്ട്, കഴിഞ്ഞ 4 കൊല്ലമായിട്ട് തിരുവനന്തപുരത്ത്. കോൺഗ്രസിന്റെ പ്രതി ഒരു രാഷ്ട്രീയത്തിന്റെ ഭാഗമായി പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് പക്ഷെ അങ്ങ് ഇവിടെ നടത്തിയ ആമുഖ പ്രഭാഷണം ഉണ്ടല്ലോ, കേരളത്തിലെ മാധ്യമ ലോകത്തിന് അപമാനം. അങ്ങയുടെ വാചകത്തിൽ പറഞ്ഞതുപോലെ കേട്ടുകൊണ്ടിരിക്കുന്നവര് നാട്ടിലുള്ളവരെല്ലാം മൊണ്ണയല്ലെന്ന് പറയുന്ന വാചകം തന്നെയാണ് അതിന് പറ്റിയ മറുപടി. കേരളത്തിലുള്ളവരെല്ലാം മൊണ്ണകളല്ല, നിങ്ങളുടെ ചാനൽ ചർച്ച കേൾക്കുന്നവരും മൊണ്ണകളല്ല. ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഇത്തരം പരിഹാസങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ നടത്തിയാണ് നല്ല മാധ്യമ പ്രവർത്തകരാവുക എന്നുള്ള തെറ്റായ ധാരണ ഉണ്ടെങ്കിൽ അത് തിരുത്തുന്നതല്ല. ഉപദേശം കൊള്ളാം വർമ്മ സാറേ, പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. തന്റെ തന്തയല്ല എന്റെ തന്ത. രാഷ്ട്രീയ പക്ഷപാതിത്വമാകാം, രാഷ്ട്രീയമായ പിന്തുണ കൊടുക്കലാകാം, പക്ഷേ അതിനൊക്കെ ഒരു പരിധിയുണ്ട്, ഒരു പരിമിതിയുണ്ട്. അതിനപ്പുറത്തേക്കൊക്കെ സഞ്ചരിക്കുന്നത് ഒരു മാധ്യമത്തിന് ഉചിതമല്ല. അല്ല, നിന്റെ തമാശ എനിക്ക് ഇഷ്ടമായി. അത് പാർട്ടി ചാനലുകൾക്ക് പോലും ഉചിതമല്ല. അപ്പം പിന്നെ 24-നെ പോലെ പാർട്ടി ചാനലാണെന്ന് സ്വയം പ്രഖ്യാപിക്കാത്ത ചാനലുകൾക്ക് തീരെ പറ്റുന്നതല്ല. ഇവിടെ അങ്ങ് നടത്തിയിട്ടുള്ള ആദ്യത്തെ വീണ ജോർജിന്റെ ചില കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നടത്തിയ പ്രകടനമെല്ലാം എന്തൊക്കെയാണ്? എത്ര പരിഹാസ്യമായിട്ട്. ഒരുപാട് കള്ളങ്ങൾ കൊണ്ട് പുതിയൊരു വിശദീകരണം ഇനി ഇവിടെ വേണ്ട. സമീപനത്തോടുള്ള എന്റെ വിയോജിപ്പ് പറയാതെ ഈ ചർച്ചയിൽ പക്ഷേ അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഞാൻ പറഞ്ഞ ഇൻട്രോയിൽ ഒരു വരി അവാസ്തവം ചൂണ്ടിക്കാണിക്കണം. ആരോഗ്യമന്ത്രിയുടെ അനാരോഗ്യാവസ്ഥയോട് തികച്ചും എമ്പതിറ്റിക്കലായിട്ടാണ് ഞാൻ സംസാരിച്ചത്, അല്ലാതെ കൈയൊടിഞ്ഞപ്പോ കൈയൊടിഞ്ഞതല്ല ഞാൻ പറഞ്ഞത്. ആരോഗ്യമന്ത്രിയുടെ
ചില കാര്യങ്ങൾ ആമുഖമായി പറഞ്ഞതിന് ശേഷം അങ്ങ് അതിനെ സംബന്ധിച്ച് നടത്തിയത് മുഴുവൻ ആക്ഷേപകരമാണ്. രമയെ കുറിച്ച് പറഞ്ഞതുപോലും ഇത് ആക്ഷേപിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. കൈയൊടിഞ്ഞപ്പോൾ കൈയൊടിഞ്ഞിട്ടില്ല എന്ന് പാർട്ടി പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞിട്ടില്ല. ഉമ്മൻചാണ്ടി നെറ്റുപൊട്ടി നെഞ്ചുപൊട്ടി കിടന്നപ്പോൾ ഉമ്മൻചാണ്ടിയുടെ തൊലിക്കെട്ടിയെ കുറിച്ച് ഞങ്ങൾക്കറിയാം. പക്ഷെ നെഞ്ചിന് ഇത്ര വലിയ ലോഹക്കൂടുണ്ട് ഞങ്ങൾക്കറിയുമായിരുന്നില്ല. അതിപ്പോ ഉമ്മൻചാണ്ടി പറഞ്ഞപ്പോൾ ഞങ്ങൾ അറിയുന്നത് എന്ന് പിണറായി വിജയൻ പറഞ്ഞ പോലെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കേരളം ഭരിക്കുന്ന CM ഇങ്ങനെ ഒരു കോമാളിയാ വരുന്നത്. ഞാൻ പറഞ്ഞതിൽ അവാസ്തവമായി ഒന്നും വിലാസിപ്പിക്കുക. ഞാൻ പറഞ്ഞത് എന്താണ്? ഞാൻ പറഞ്ഞത് ഇതിനെ അനുവാദരഹിതമായി പെരുപ്പിച്ച് കേരളത്തിൽ ഒരു സംഘർഷം ഉണ്ടാക്കാൻ ഒരു നീക്കം നടന്നോ എന്നാണ് എന്റെ ചോദ്യം. താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പരിക്കിന്റെ കാര്യം നമുക്ക് രണ്ടാമത്. ഇവിടെ പരിക്കിന്റെ പരിഹാസമാണല്ലോ നടത്തിയത് മുഴുവൻ. നിങ്ങളുടെ ഇടയ്ക്കുള്ള ചോദ്യങ്ങളും അദ്ദേഹത്തിന്റെ വിശദീകരണമെല്ലാം പരിക്കിന്റെ പരിഹാസങ്ങളാണല്ലോ. അതൊക്കെ രണ്ടാമെടുക്കാം. നമുക്ക് പരിക്ക് അത്ര മാത്രം ഉണ്ടെന്ന് സംഭവിച്ചെന്താ അവിടെ? അഭിപ്രായം ചോദിച്ചാൽ തനിക്ക് തോന്നുന്ന അഭിപ്രായമാണ് പറയുന്നത്. പിന്നെ തനിക്ക് തോന്നിയ അഭിപ്രായം ഞാൻ പറയണം? നിങ്ങൾ ഒരു ദൃശ്യവും ഇല്ല എന്ന് പറയും. പോലീസുകാരുടെ നടുവിൽ നടന്നതിന് അവിടെ ഡ്രോൺ ക്യാമറ ഇല്ല ദൃശ്യം എടുക്കാൻ. കാരണം അവർ ചുറ്റപ്പെട്ട് നടക്കുന്ന ഒരു സംഭവം. ഒരുമാതിരി അരിവർത്ത വർത്താനം എന്നോട് പറയുന്നത്. എന്നാൽ ഓൺലൈൻ ചാനലുകളും പല മീഡിയകളും പുറത്തു കൊണ്ടുവന്നൊരു ദൃശ്യമുണ്ട്. അങ്ങൊരു നല്ല മാധ്യമ പ്രവർത്തനാണല്ലോ, അങ്ങ് പരിശോധിച്ചു. റെയിൽവേ സ്റ്റേഷന് പുറത്തൊരു പ്രതിഷേധം നടന്നോട്ടെ, സ്വാഭാവികം. ഒരു മന്ത്രി റെയിൽവേ സ്റ്റേഷൻ വരുമ്പോൾ പുറത്ത് പ്രതിഷേധിക്കുകയോ കരിങ്കൊടി കാണിക്കുകയോ മുദ്രാവാക്യം വിളിക്കുകയോ പിന്നെ നിങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ അവരൊക്കെ ചെയ്യുന്നത് പോലെ ചീത്ത വിളിക്കുകയോ എന്തോ ആയിക്കൊള്ളട്ടെ. പക്ഷെ മിനിസ്റ്റർ റെയിൽവേ സ്റ്റേഷൻ അകത്ത് കയറിയാൽ അവർ ഒരു വനിത മാത്രമേ ഉള്ളൂ, ബാക്കി പോലീസുകാർ മാത്രമാണ്. അവരുടെ പേഴ്സണൽ പ്രോഗ്രാമാണ്. പിന്നെ റെയിൽവേ സ്റ്റേഷന്റെ പുറത്ത് അവർക്ക് പൊതുപരിപാടി ഉണ്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷനകത്ത് അവർ വ്യക്തിപരമായിട്ട് യാത്ര ചെയ്യലാണ്. ആ യാത്രയെ തടസ്സപ്പെടുത്താൻ പൊതുരംഗത്ത് നമ്മൾ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് റോഡ് ഗതാഗതം നടത്താം, സംഭിപ്പിക്കാം, മന്ത്രിമാരെ തടയാം. ഇപ്പോഴും ഞങ്ങൾക്ക് അതിന് തടസ്സമുണ്ടെന്ന് പറയുന്നില്ല. പക്ഷെ അവർ റെയിൽവേ സ്റ്റേഷനകത്ത് കയറി കഴിഞ്ഞാൽ അതൊരു പ്രൈവറ്റ് ഏരിയയാണ്. അല്ലെങ്കിൽ പ്രൈവറ്റ് ഏരിയ എന്ന് ഞാൻ പറഞ്ഞത് റെയിൽവേയുടെ ഒരു പ്രൊട്ടക്ഷൻ ഏരിയ ആണ് അവിടെ, അല്ലാതെ അത് പൊതുസ്ഥലമല്ലെന്നല്ല പറഞ്ഞത്. അവിടേക്ക് രണ്ടുപേർ ഒളിഞ്ഞും പാത്തും കിടക്കുന്ന മുഴുവൻ മീഡിയകളിലും നമ്മൾ കണ്ടതാണ്. മനോഹര, നിന്നെ ഞാൻ കൊല്ലം കുറെ കാണാൻ തുടങ്ങിയിട്ട്. ഒരു ചെറുപ്പക്കാരൻ, ഒരു വിദ്യാർത്ഥി കയ്യിൽ കരിങ്കൊടിയുണ്ട്, മറ്റൊരാളുടെ കയ്യിൽ ബാഗ് ഉണ്ട്. അയാൾ ഫാൻസി ഷർട്ടുമാണ്, മറ്റേ ആൾ മുണ്ട് ഷർട്ടുമാണ്. ഇവർ രണ്ടുപേരും കൂടി മന്ത്രി വന്നപ്പോ പോലീസ് അതിന്റെ പുറകിൽ പോകുന്നു. അവർക്ക് പോലും പ്രതീക്ഷയില്ലാത്തവണ്ണം ഇവർ നുഴഞ്ഞകത്തേക്ക് കയറി. മനസ്സിലായി. ഞാനിപ്പോ തരട്ടെ, ആ ദൃശ്യം ഞാൻ അങ്ങേക്ക് അയച്ചുതരാം. എന്ത് ചെയ്യുന്നതിന് മുമ്പും ഒന്ന് ആലോചിക്കണം. വെറുതെ എടുത്തു ചാടരുത്. എന്താ ഇപ്പൊ എടുത്തു ചാടിയാല് കുണ്ടി കുത്തി വീഴും. അങ്ങ് എത്ര അത് സംപ്രേഷണം ചെയ്യും, ഉറപ്പായും സംപ്രേഷണം ചെയ്യും. അത് അയച്ചു തന്നിട്ട് ഇന്ന് ഞാൻ ഉറങ്ങൂ. എന്റെ പിന്നെ 8 മണിക്ക് മുമ്പ് എനിക്ക് അയച്ചു തരണം. അതേ ഉള്ളൂ. അപ്പോ അതിന്റെ പുറകിൽ നിന്നിട്ട് ഇവർ രണ്ടുപേരും വരുന്നത് ജനലിൽ കൂടെ എത്തി നോക്കുന്ന ഒരാൾ, ഒരു പയ്യൻ പോയി ജനലിൽ കൂടെ എത്തി നോക്കും. നീ രക്ഷപ്പെടാത്തത് എന്തുകൊണ്ട് എന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. ഇവിടെ മന്ത്രിയുടെ കഴുത്തിന് പറ്റിയ പരിക്ക്, നിങ്ങൾ പിരിച്ചൊടിച്ചതും വേറെന്തെങ്കിലും ചെയ്തൊക്കെ അവിടെ ഇരിക്കട്ടെ. സന്ദർഭത്തിൽ കേരളത്തിലുള്ള മുഴുവൻ ഇടതുപക്ഷക്കാരെയും മന്ത്രിയെയും പാർട്ടി സെക്രട്ടറിയും എല്ലാം 15 മിനിറ്റ് ആക്ഷേപിക്കാനുള്ള അങ്ങയുടെ സ്വാതന്ത്ര്യം മാത്രം ഞങ്ങൾ അനുവദിച്ചു തരാം. ബാക്കി ഒന്നും സംസാരിക്കാൻ സമ്മതിക്കില്ല. ആ ഏർപ്പാട് വേണ്ട. ഏർപ്പാട് വേണ്ട. ഇതിനകത്തൊക്കെ പറയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രമേ വന്നിരിക്കൂ, അല്ലെങ്കിൽ ഇരിക്കില്ല. ഞാൻ പറഞ്ഞു അതൊക്കെ അയച്ചു തരാം. അല്ല, അത് അയച്ചു തരാമെന്ന് പറഞ്ഞാൽ വീണ്ടും അത് ആവർത്തിക്കുന്നതിനാ. വീണ്ടും ഞാൻ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ തടസ്സപ്പെടുന്നതിനാ. ആ ഏർപ്പാട് വേണ്ട. പുതിയ ഷർട്ടൊക്കെ വാങ്ങിച്ചു എന്നെ കൊണ്ടുവന്നപ്പോഴേ എനിക്ക് തോന്നി ആദ്യം വ്യക്തി നന്നാവണം, എങ്കിലേ കുടുംബം നന്നാവൂ. കുടുംബം നന്നായ സമൂഹം നന്നാവൂ. സമൂഹം നന്നായ രാജ്യം നന്നായി. രാജ്യം നന്നായ ലോകം നന്നാവും. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.